പുറത്തുനിന്ന് ഒരു മനുഷ്യനും പ്രവേശനമില്ലാത്ത നിഗൂഢവും ദുരൂഹവുമായൊരു പ്രദേശം ഇന്ത്യയിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കാലുകുത്തിയാൽ 5 വർഷം വരെ തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. വൻതുക പിഴയും ഒടുക്കണം. ജയിലും പിഴയുമൊക്കെ വേണമെങ്കിൽ അനുഭവിക്കാം. പക്ഷെ അവിടെ പോയവർ പലരും ജീവനോടെ തിരിച്ചെത്തിയിട്ടില്ല എന്നതാണ് ചരിത്രം. അതെ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ദ്വീപിനെ കുറിച്ചാണ് പറയുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിലൊന്നായ നോർത്ത് സെന്റിനൽ ഐലൻഡ്. ഗോത്രവർഗമായ സെന്റിനലീസുകാരാണ് നൂറ്റാണ്ടുകളായി ഇവിടുത്തെ താമസക്കാർ. ആൻഡമാൻ ദ്വീപിൽ തന്നെ കഴിയുന്ന ജറാവുകൾക്ക് സമാനമായി ആദിമമനുഷ്യന്റെ ജീവിത രീതികൾ പിന്തുടരുന്ന സമൂഹം. ജറാവുകളിൽ നിന്ന് കുറച്ചുകൂടി കടുപ്പമേറിയവരാണ് സെന്റിനലീസ്. പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ ജീവിക്കുന്നവർ. പുറം ലോകത്തെ സാധാരണ മനുഷ്യരുമായി അവർക്കൊട്ടും സഹവസിക്കാനാകില്ല എന്നു മാത്രമല്ല, തങ്ങളുടെ ജീവനും സംസ്കാരത്തിനും ഭീഷണിയായാണ് അവരെ സെന്റിനലീസ് കാണുന്നത്. ലോകസഞ്ചാരിയായ മാർക്കോ പോളോ അവരെ വിശേഷിപ്പിച്ചത് നരഭോജികൾ എന്നായിരുന്നു. ഇത്തിരി കൂടി കടന്ന് നായയുടെ പല്ലും പേടിപ്പെടുത്തുന്ന കണ്ണും മുഖവും ഒക്കെയുള്ള മനുഷ്യരെന്നും മാർക്കോ പോളോ അവരെ വിശേഷിപ്പിക്കുന്നുണ്ട്. 2018 ഒരുപക്ഷെ നോർത്ത് സെന്റിനൽ ഐലൻഡ് അവസാനമായി വാർത്തകളിൽ നിറയുന്നത്. ദ്വീപ് സന്ദർശിച്ച ഒരു അമേരിക്കൻ വൈദികനെ സെന്റിനലീസുകാർ അമ്പെയ്ത് കൊലപ്പെടുത്തിയതായിരുന്നു അന്നത്തെ വാർത്ത. അതിനു മുൻപ് 2006 മത്സ്യബന്ധനത്തിനിടെ യാദൃശ്ചികമായി ദ്വീപിലിറങ്ങിയ 2 മത്സ്യത്തൊഴിലാളികളും കൊല്ലപ്പെട്ടിരുന്നു. ആരും അടുക്കാനൊന്നും ഭയക്കുന്ന അതേ ദ്വീപിന്റെ ഉള്ളറകൾ ഒപ്പിയെടുക്കാനാണ് ദിവസങ്ങൾക്ക് മുൻപ് ഒരു 24-കാരൻ യൂട്യൂബർ നോർത്ത് സെന്റിനൽ ഐലൻഡിൽ എത്തുന്നത്. അമേരിക്കയിലെ അരിസോണക്കാരനായ മിഖായിലോ വിക്ടറോവിച്ച് പൊളിയാക്കോവ് ദ്വീപിൽ കറങ്ങി നടന്ന് ദൃശ്യങ്ങൾ പകർത്തി സുരക്ഷിതനായി നാട്ടിലേക്ക് മടങ്ങും വഴിയാണ് ആ സന്ദർശന വിവരം പുറം ലോകം അറിയുന്നത്. മത്സ്യബന്ധന തൊഴിലാളികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആൻഡമാൻ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൽ വെച്ച് പൊളിയാക്കോവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. ദീർഘകാലം ഗവേഷണം നടത്തിയാണ് മിഖായിലോ വിക്ടറോവിച്ച് നോർത്ത് സെന്റിനൽ എത്തുന്നത്. മേഖലയിലെ കാലാവസ്ഥയും കടലിന്റെയും തിരമാലയുടെയും സ്വഭാവമെല്ലാം കൃത്യമായി പഠിച്ചെടുത്തിട്ടുണ്ട്. കൗതുകകരമായ കാര്യം, ഇതിനു മുൻപ് കഴിഞ്ഞ ഒക്ടോബറിലും ജനുവരിയിലും ഒരു കയാക്കിൽ ദ്വീപ് സന്ദർശിക്കാൻ ഇയാൾ ശ്രമം നടത്തിയിരുന്നു. 2 ശ്രമവും വിജയം കണ്ടില്ല. സാഹസപ്രിയനാണ് വിക്ടറോവിച്ച് പൊളിയാക്കോവ്. അപകടം പിടിച്ച ചലഞ്ചുകൾ ചെയ്യുന്നതാണ് ഇഷ്ട ഹോബി. അങ്ങനെ ഒരു ചലഞ്ചായാണ് നോർത്ത് സെന്റിനൽ ഐലൻഡ് ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. ചരിത്ര പുസ്തകങ്ങളിലും വാർത്തകളിലും ദ്വീപിനും ദ്വീപവാസികൾക്കും പതിച്ചു നൽകിയ ദുരൂഹവും ഭീകരവുമായ ചിത്രത്തിന്റെ യഥാർത്ഥ മുഖം ലോകത്തെ കാണിക്കണം. സെന്റിനലീസ് ഗോത്രക്കാരെ നേരിൽ കണ്ട് സംസാരിക്കണം. ഇതൊക്കെയായിരുന്നു ലക്ഷ്യം. ആദ്യ 2 ശ്രമങ്ങളും പാളിയ ശേഷമാണ് കഴിഞ്ഞ മാസം വീണ്ടും സ്വന്തം കയാക്കുമായി പുറപ്പെടുന്നത്. മാർച്ച് 29 പ്രഭാതത്തിൽ അങ്ങനെ സുരക്ഷിതമായി നോർത്ത് സെന്റിനൽ ഐലൻഡിൽ കാലുകുത്തി. GPS സഹായത്തോടെയായിരുന്നു യാത്ര. തീരത്തിറങ്ങിയ ശേഷം കയ്യിൽ കരുതിയിരുന്ന ബൈനോക്കുലറിൽ ചുറ്റുമൊന്നും നിരീക്ഷിച്ചു. ആരെയും കാണാനില്ല. ഉറക്കെ ശബ്ദമുണ്ടാക്കി നോക്കി, വിസിലടിച്ചു. 1 മണിക്കൂർ നേരം ദ്വീപിലൂടെ കറങ്ങി നടന്നിട്ടും നിരാശയായിരുന്നു ഫലം. ഒരൊറ്റ സെന്റിനലീസുകാരനെ പോലും ഇയാൾക്ക് കണ്ടെത്താനായില്ല. ഗോത്രവർഗക്കാരെ കാണാനായില്ലെങ്കിലും തന്റെ ഗോപ്രോ ക്യാമറയിൽ ദ്വീപിന്റെ മനോഹര ദൃശ്യങ്ങൾ ഒപ്പിയെടുത്തു. ഒടുവിൽ ഒരു തേങ്ങയും ഡയറ്റ് കോക്കും അവിടെ കാണിക്ക പോലെ ഉപേക്ഷിച്ച് മടങ്ങുകയും ചെയ്തു. തിരിച്ചു പോരുമ്പോൾ ആ സാഹസിക യാത്രയുടെ ഓർമ്മയ്ക്കായി അല്പം മണൽ വാരി ശേഖരിക്കുകയും ചെയ്തു. എന്നാൽ മടക്കയാത്രക്കിടയിലാണ് പണി കിട്ടിയത്. നോർത്ത് സെന്റിനൽ ഭാഗത്ത് നിന്ന് ഒരാൾ കയാക്കിൽ തുഴഞ്ഞു വരുന്ന ദൃശ്യം ആൻഡമാൻകാരായ മത്സ്യത്തൊഴിലാളികളുടെ കണ്ണിലുടക്കി. അവർ ഉടൻ തന്നെ വിവരം പോലീസിൽ അറിയിച്ചു. പോർട്ട് ബ്ലെയർ തീരത്ത് പോലീസിന്റെ വലയിലേക്കാണ് മിഖായിലോ പൊളിയാക്കോവ് ചെന്നിറങ്ങുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം കേസെടുത്ത പോലീസ് യുവാവിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. സെന്റിനലീസുകാരുടെ ജീവനും സുരക്ഷയ്ക്കും ഗുരുതരമായ ഭീഷണിയാകുന്ന പ്രവൃത്തികളാണ് മിഖായിലോ പൊളിയാക്കോവ് ചെയ്തിരിക്കുന്നതെന്നാണ് പോർട്ട് ബ്ലെയർ സീനിയർ പോലീസ് ഓഫീസർ ഹർഗോബിന്ദർ സിംഗ് ധാലിവാൽ പറഞ്ഞത്. അവരുടെ തദ്ദേശീയമായ ജീവിത രീതി സംരക്ഷിക്കാൻ വേണ്ടിയാണ് പുറത്തുനിന്നുള്ളവരുടെ സന്ദർശനം വിലക്കിയിട്ടുള്ളത്. ആ വിലക്ക് മറികടന്നാണ് യുവാവ് ദ്വീപ് സന്ദർശിച്ചിരിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് പോലീസ്. 60 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ദ്വീപാണ് നോർത്ത് സെന്റിനൽ ഐലൻഡ്. ഏകദേശം 150 ഗോത്രവാസികൾ ഇപ്പോൾ ഇവിടെയുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. 1956 ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഗോത്രവർഗ സംരക്ഷണ നിയമപ്രകാരമാണ് നോർത്ത് സെന്റിനൽ ദ്വീപിനും ദ്വീപവാസികൾക്കും പ്രത്യേക സംരക്ഷണം നൽകിയിരിക്കുന്നത്. ഈ നിയമപ്രകാരം ദ്വീപിന്റെ 5 നോട്ടിക്കൽ മൈൽ വരെ യാത്ര കർശനമായി നിരോധിച്ചിട്ടുണ്ട്. 1991 ആന്ത്രോപോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായിരുന്ന ത്രിലോക്നാഥ് പണ്ഡിറ്റും ഒരു സംഘം ഗവേഷകരും ദ്വീപ് സന്ദർശിക്കുകയും ഗോത്രജനതയുമായി ആശയവിനിമയത്തിന് ശ്രമിക്കുകയും ചെയ്തിരുന്നു. ആ സന്ദർശനങ്ങളിൽ നിന്നാണ് ഗവേഷകർ ദ്വീപിലെ സസ്യജന്തുജാലങ്ങളെ കുറിച്ച് അറിയുന്നത്. 1997 ദ്വീപിലേക്കുള്ള എല്ലാ സന്ദർശനങ്ങളും പൂർണ്ണമായി നിർത്തിവെച്ചത്.